കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈൻ ഇന്റഗ്രൽ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തു. ആൻഡ് വി ഹാവ് സീൻ ദാറ്റ് ദി ലൈൻ ഇന്റഗ്രൽ a to b df is equal to f of b minus f of a. Integral a to b df is equal to f of b minus f of a. Actually, this is a fundamental theorem. This is known as the fundamental theorem of calculus. So, what is its meaning? അതിന്റെ geometrical interpretation എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. So here f is a function of x. f എന്ന് പറയുന്നത് x ന്റെ ഒരു ഫംഗ്ഷൻ ആണ്. Now we have to evaluate the df. df എന്താ? Change in f when from the initial value a to the final value b. അപ്പോൾ നമുക്ക് ഒരു initial value let us consider ഇതാണ് എഫിന്റെ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താന്ന് വിചാരിക്കുക. ദെൻ അതിന്റെ ഇനിഷ്യൽ വാല്യൂ എ ആണ്, ഫൈനൽ വാല്യൂ ബി ആണ്. സോ വെൻ എക്സ് ചേഞ്ചസ് ഫ്രം എക്സിൽ നിന്ന് എക്സ് പ്ലസ് ബി എക്സ് എന്ന വാല്യൂവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ദർ ഇസ് എ ചേഞ്ച് ഇൻ എഫ് ആൻഡ് ദാറ്റ് എഫ് ഇസ് we may denote as df. അതായത് എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ എക്സ് പ്ലസ് ഡി എക്സിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഡി എഫിൽ ഉണ്ടാവുന്ന സ്മോൾ ചേഞ്ച് അതിനെയാണ് നമ്മൾ ഡി എഫ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഇന്റർവെൽ എ ടു ബി എ നമ്പർ ഓഫ് സ്മോൾ ഇന്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ആ ഓരോ ചെറിയ ഇന്റർവെല്ലിലും ഉണ്ടാവുന്ന ഡി എഫ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതാണ് ഇന്റഗ്രൽ എ ടു ബി ഡി എഫ്. അതായത് ലൈൻ ഇന്റഗ്രൽ ആണിത്. ദിസ് ഈസ് ദി ലൈൻ ഇന്റഗ്രൽ. ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താ, ഈ കർവില് ഈ ഫംഗ്ഷൻ എഫിന്റെ വാല്യൂ എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഈ തിയറം അനുസരിച്ച് പറയുന്നത് എന്താണ്, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അതായത് ഈ ഫംഗ്ഷന്റെ വാല്യൂ ബിയില് ബൗണ്ടറി വാല്യൂ എന്താണോ ദാറ്റ് മൈനസ് എയിലെ ബൗണ്ടറി വാല്യൂ എന്താണ് അതാണ് ഈ ടോട്ടൽ ചേഞ്ച് ഇൻ ദി ഇന്റഗ്രൽ ഓവർ ഫ്രം ഇറ്റ് മൂവ്സ് ഫ്രം എ ടു ബി. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് വരുമ്പോൾ ഉള്ള വേരിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയാം. ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമുക്ക് ഇതുപോലെ തന്നെ കാൽക്കുലസിന്റെ കേസില് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് സ്റ്റേറ്റ്സ് ദാറ്റ് the integral of the change in a function is equal to the value of the function at the boundaries. The integral of the derivative of the integral of the derivative over an interval is equal to the value of the function at the boundaries. ഇതാണ് ബേസിക് തിയറം പറയുന്നത്. Now here we have to discuss. അപ്പൊ ഇവിടെ ഡിഫറൻഷ്യൽ ആണ്, ഡെറിവേറ്റീവ് ആണ്. ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്, ടോട്ടൽ ചേഞ്ച് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. ടോട്ടൽ ചേഞ്ച് ഇൻ ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ is equal to value of the function at the end points. When we consider the derivative, in the case of vector calculus, we have studied three types of derivatives. നമ്മൾ വെക്ടർ കാൽക്കുലസിൽ 3 ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രേഡിയന്റ് ഉണ്ട്, ഡൈവേർജൻസ് ഉണ്ട്, കേൾ ഉണ്ട്. സോ അതിന് മൂന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് there are fundamental theorems of gradient, fundamental theorem of divergence and fundamental theorem of curl. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ തിയറം ഓഫ് ദി ഫസ്റ്റ് വൺ, ഗ്രേഡിയന്റ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് ദി gradient of a function.
സോ നമ്മള് കാൽക്കുലസിലെ ഫണ്ടമെന്റൽ തിയറം പറഞ്ഞ പോലെ തന്നെ ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പകരം വി കൻ കൺസിഡർ ഫംഗ്ഷൻ ഫൈ which is a function of x, y and z. So scalar function phi is a function of x, y and z. So if we consider here also we can consider change. So in the earlier case f was a function of x only. Here phi is a function of x, y and z. Suppose this is a function of phi from a to b. If we plot this is x, y, z. So if we have to calculate integral a to b d phi, integral a to b d phi in the change in phi when there is change in x, y and z. So here also the entire interval we can divide it into very small, infinitesimally small intervals dl. Entire length we can take it as L. Total L length in a dl ഉള്ള സ്മോൾ ഇന്റർവെൽസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഈ ഒരു സ്മോൾ ഇന്റർവെല്ലിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡി ഫൈയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡി ഫൈ ഇസ് ഈക്വൽ ടു ഫൈയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡി ഫൈ വിൽ ബി ഈക്വൽ ടു ഡെൽ ഫൈ ഡോട്ട് ഡി എൽ. ഇത് നമ്മള് ഗ്രേഡിയൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഡി ഫൈ ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ഡോട്ട് ഡി എൽ. അപ്പൊ ഈ ചെറിയ ഇന്റർവെൽ ആണ് ഡി എൽ. സോ ആ ചെറിയ ഇന്റർവെല്ലില് ഫൈയിൽ ഉണ്ടാവുന്ന വേരിയേഷൻ ആണ് ഡെൽ ഫൈ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത്. അപ്പോ ഈ ടോട്ടൽ ഇന്റർവെൽ എ ടു ബി എന്ന് പറയുന്ന ടോട്ടൽ ഇന്റർവെല്ലിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി del what is d phi ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം del phi dot dl എന്ന് എഴുതാം. isn't it? because del phi is equal to d phi is equal to because d phi is equal to del phi dot dl. അപ്പോൾ ടോട്ടൽ from it when the point is from a to b or the when we consider the entire change in the entire interval a to b, the change in the പറയുന്നത് will be del phi integral a to b del phi dot dl. ഇനി integral a to b d phi എന്ന് പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ആണ്. ലൈൻ ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം phi of d minus phi of a എന്ന് എഴുതാം. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി del phi dot d. So this is known as the fundamental theorem of gradient. The fundamental theorem of gradient is integral a to b del phi dot dl is equal to phi of d minus phi of a. So this states that the fundamental theorem of the gradient states that the integral of the gradient of a function is equal to the value of the function at the endpoints or the value of the function at the boundaries. So that is the statement of the fundamental theorem of gradient. അതായത് ഈ ഇന്റഗ്രൽ ഗ്രേഡിയന്റിന്റെ integral of the gradient of a function is equal to the value of the function at the boundaries. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ എൻറ്റയർ ഡെൽഫയിൽ ഉണ്ടാവുന്ന എൻറ്റയർ ചേഞ്ച് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, വാല്യൂ ഓഫ് ദി ഫൈയില് ബിയില് ഫൈയുടെ വാല്യൂ മൈനസ് എയില് ഫൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദി എൻറ്റയർ ഇന്റർവെല്ലില് ഡെൽഫയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ മറക്കരുത്, ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രേഡിയന്റ് പറയുന്നത്. ഇനി ഇതിന്റെ കൊറോളറി ആയിട്ട് നമുക്ക് അതിന് നമുക്ക് കിട്ടുന്ന രണ്ട് റിസൾട്ട്സ് എന്ന് പറയുന്നത്, ഇവിടെ നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് അല്ലേ.
phi of b minus phi of a എന്ന് പറയുന്നത് ഏത് പാത്തിൽ കൂടെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയാലും phi of a minus phi of b എന്ന് പറയുന്നതിന്റെ വാല്യൂ ഒന്ന് തന്നെയാണ് വരുന്നത്. സോ ദിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്. ബട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കി ഇന്റഗ്രൽ ലൈൻ ഇന്റഗ്രൽ a to b del phi dot dl. എല്ലാ ലെങ്ത് ഉള്ള ഒരു പാത്തിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ച് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ആക്ച്വലി ഡിപെൻഡ്സ് അപ്പോൺ ദി പാത്ത്. ഇത് ലൈൻ ഇന്റഗ്രൽ ആയതുകൊണ്ട് തന്നെ ദിസ് റൈറ്റ് സൈഡ് ഇസ് ഡിപെൻഡ്സ് ഓൺ പാത്ത് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ദിസ് del phi dot അല്ലെങ്കിൽ ദി ഗ്രേഡിയന്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രേഡിയന്റ് കൺസിഡർ ചെയ്യുമ്പോൾ we can say that this function is independent of the path. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായാലും പാത്തിന് ഇൻഡിപെൻഡന്റ് ആണ്. ഇത് ലൈൻ ഇന്റഗ്രൽ ആയതുകൊണ്ട് പാത്തിനെ ഡിപെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും ഇൻഡിപെൻഡന്റ് ആവണം. സോ ഇതിന്റെ കൊറോളറി ആയിട്ട് നമുക്ക് റിസൾട്ട് പറയാം. ഫസ്റ്റ് വൺ, ഇന്റഗ്രൽ a to b del phi dot dl is independent of path. Is independent of path because left hand side is independent of path. അതുകൊണ്ട് ഈ ലൈൻ ഇന്റഗ്രലും പാത്തിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. ഇനി ഇതിന് നെക്സ്റ്റ് ഒരു കൊറോളറി പറയാവുന്നത്, when we consider the closed integral del phi dot dl, that will be equal to 0. അല്ലെ, ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ. ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് വെച്ചാല് നമ്മള് എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ഇനി അതേ പാത്തിൽ നിന്ന് തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വന്നു. സോ അങ്ങനെ വരുമ്പോ ക്ലോസ്ഡ് പാത്തില് when we integrate the del phi function, then del phi dot dl will be equal to 0. അത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എളുപ്പം പ്രൂവ് ചെയ്യാം അല്ലെ, ബിക്കോസ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് പോയി തിരിച്ച് എയിലേക്ക് വന്നു. സോ ബി ഇസ് ഈക്വൽ ടു എഫ് ഓഫ്, അതിന്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നതും ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നതും സെയിം ആണ് അല്ലെ. അപ്പൊ phi of b മൈനസ് phi of a, phi of b എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, phi of a ആണ്, ബിക്കോസ് അത് തിരിച്ച് എയിലേക്ക് തന്നെ വന്നു. സോ phi of a മൈനസ് phi of a എന്ന് പറഞ്ഞു റൈറ്റ് സൈഡ്. സോ phi of a മൈനസ് phi of a is equal to del phi dot dl എന്ന് വരും. അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആവും. ഓർ ക്ലോസ്ഡ് പാത്തില് when we integrate del phi into that will be equal to 0. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന റിസൾട്ട്സ്. സോ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രേഡിയന്റ്. നൗ വി ക്യാൻ ഡു എ പ്രോബ്ലം. നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യും. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇതാണ്. phi of integral a to b del phi dot dl is equal to phi of b minus phi of a. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇതില് ക്വസ്റ്റ്യൻ നോക്കാം. Check the fundamental theorem for gradients for the function phi is equal to x square plus 4xy plus 2yz square from the point a 0 0 0 to b 1 1 1 through the path 0 0 0 to 1 0 0 to 1 1 0 to 1 1 1. അതായത് we have to check the fundamental theorem of gradients. So check the fundamental question idana, check the fundamental theorem of gradients for the function phi is equal to x square plus 4xy plus 2yz cube, 2yz cube from the point A to B. Ni A to B engane vary cheyyunnathu through 0 0 0 to
1 0 0, then 1 1 0, and then final point 1 1 1. So ഇതില് എങ്ങനെയാ ചെയ്യേണ്ടത്? We have to first calculate del phi. What is del phi? Del phi is equal to I into dou by dou x plus j into dou by dou y plus k into dou by dou z of phi. Phi is x square plus 4xy plus 2yz cube. So this is del phi, and this will be equal to I into, with respect to x ഇതിനെ differentiate ചെയ്യുക. With respect to x differentiate ചെയ്യുമ്പോൾ I into 2x plus 4y. ഈ ടേമിൽ x ഇല്ല, plus j into with respect to y differentiate ചെയ്യുക. ഇവിടെ y ഇല്ല. Here 4x plus ഇവിടെ 2z cube plus k into with respect to z ഉള്ളത് ഈ ടേമിൽ മാത്രമാണ്. സോ 6yz square. ഇതാണ് നമ്മുടെ del phi വാല്യൂ വരുന്നത്. Del phi is equal to this much. Now what is dl? dl is equal to next del phi dot dl. d phi dot dl is equal to dl നെ നമുക്ക് I into dx by I into dx plus j into dy plus k into ds എടുക്കാം. ടോട്ടൽ ലെങ്ത് xyz ഡയറക്ഷനിലുള്ള വേരിയേഷൻസ് എടുക്കാം. സോ I into 2x plus 4y plus j into 4x plus 2z cube plus k into 6yz square into I into dx plus j into dy plus k into dz. ഇതാണ് del phi dot dl ന്റെ വാല്യൂ വരുന്നത്. ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതാം. ഓർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. സോ ഇതില് പല സ്റ്റെപ്സ് ആയിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. അതായത് ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് പാത്ത്. ഫസ്റ്റ് പാത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 0 0 0 നിന്ന് 1 0 0 പോയി. സോ എൻറ്റയർ എ ടു ബി എന്ന് പറയുന്നത് ഏതാ? എ എന്ന് പറയുന്നത് 0 0 0 ആണ് നമ്മുടെ ക്വസ്റ്റ്യനില്. ബി എന്ന് പറയുന്നത് 1 1 1 ആണ്. പക്ഷെ അത് പോയത് പല പാത്തിൽ കൂടെയാണ് മൂവ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് പാത്തില് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് പാത്തില് x0 y0 z0 ആണ്. അതിന്ന് ഏതിലേക്ക് വന്നു? x1 y0 z0. സോ എക്സിന് മാത്രമാണ് വേരിയേഷൻ വരുന്നത്. എക്സിന് മാത്രമാണ് വേരിയേഷൻ വരുന്നത്. dx dy ഒക്കെ 0 ആയിട്ട് വരും അല്ലെ. അപ്പൊ ഇത് del phi dot dl എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ, ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആണല്ലോ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താ വരിക? 2x plus 4y into dx plus 4x plus 2z cube into dy plus 6y z square dz. ഇതാണ് നമ്മുടെ del phi dot dl വാല്യൂ വരുന്നത്. സോ ആദ്യം we have to evaluate del phi dot dl when x varies from 0 to 1, dy is equal to 0 and dx is equal to 0. So this will be equal to integral x is equal to 0, then y 0, or we may write dy 0, dz 0. ഇവിടെ x 1, y 0, z 0. അതുകൊണ്ടാണ് നമ്മൾ dy 0, dz 0 എന്ന് എഴുതിയത്. ഓഫ് dx ഓഫ് 2x plus 4y into dx plus അടുത്ത ടേമിലും ഇത് തന്നെയാണ് വരുന്നത്. x 0 to 1, അടുത്ത ടേം വരിക 4x plus 2z cube into dy plus അതിനടുത്ത ടേം വരിക integral 0 to 1 6y z square dz
ഇവിടെയും എക്സിന്റെ വേരിയേഷൻ ആണ് വരുന്നത്. dy 0 ആണ്, dz 0 ആണ് വരിക. ക്ലിയർ? അപ്പൊ ഈ ഫസ്റ്റ് പാത്തിലെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇത് വരിക del phi dot dx. അപ്പോൾ ഇതിന്റെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂലാണ് വേരിയേഷൻ, ഡി എക്സ് മാത്രമാണ് വാല്യൂ ഉള്ളത്, നോൺ സീറോ ആയിട്ടുള്ളത്. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x²/2 ബിറ്റ്വീൻ ലിമിറ്റ്സ് between limits 0 and 1 എന്ന് വരും. ഈ ടേം 0 ആയി പോകും ബിക്കോസ് ഫൈയുടെ വാല്യൂ 0 ആണ്. ഫൈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ dy 0 ആണ്, വൈയുടെ ഇനിഷ്യൽ വാല്യൂം 0 ആണ്, ഫൈനൽ വാല്യൂം 0 ആണ്. സോ ഈ ടേം മാത്രമേ വരുള്ളൂ. പ്ലസ് ഇനി ഇത് ഇവിടെ നോക്കുക, ഇവിടെ dy 0 ആണ്, dy 0 ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ടേം 0 ആയി. പ്ലസ് ഇവിടെ dz ആണ്, dzന്റെ വാല്യൂ 0 ആണ്. അപ്പൊ അതും 0 ആയി പോയി. സോ ഇവിടെ നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ വരിക 2/2 that is equal to 1. സോ ഈ ഫസ്റ്റ് പാത്തില് ഇതിന്റെ 0യിൽ നിന്ന് 100 പോകുമ്പോൾ അതിന്റെ വാല്യൂ 1 ആണ് കാണാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് പാത്ത്, അതായത് ഇവിടെ 0 ഇപ്പോ ഇതിന്റെ പൊസിഷൻ എന്തായി 100 എത്തി. ഇനി 100 നിന്ന് 110 പോകട്ടെ, 110 പോകണം. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക, dx 0 ആണ്, അവിടെ dy ആണ് നോൺ സീറോ ആയിട്ട് വരിക. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഫസ്റ്റിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത്, ഫസ്റ്റ് ഈ പൊസിഷനിലെ വാല്യൂ കിട്ടിയത് 1 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എന്താ വരിക എന്നുള്ളത്. അപ്പൊ സെക്കൻഡില് ഇവിടെ ലിമിറ്റ്സ് ആണ് വേരിയേഷൻ വരുന്നത് അല്ലെ, ലിമിറ്റിനാണ് വേരിയേഷൻ വരുന്നത്. ഇന്റഗ്രൽ സെയിം ആണ്, del phi dot dl സെയിം ആണ്. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 1 ആണ്. സോ ഡിഎക്സിന്റെ വാല്യൂ 0 ആണ്, ഡിഎക്സിന്റെ വാല്യൂ 0 ആണ്. ഇനി വൈയുടെ വാല്യൂ ഇനിഷ്യൽ വാല്യൂ 0 ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഡിഇസെഡിന്റെ വാല്യൂ 0 ആണ്, ഡിഇസെഡും 0 ആണ് വരുന്നത്. വൈയുടെ വാല്യൂ 0 ആയിരുന്നു, അതെന്താവും y is equal to 1 വരും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ് വരിക, ഇവിടെ dx സെയിം ആണ് വരിക, dx 0, y 0 to 1, dz 0 വരും. ഇവിടെ ഇന്റഗ്രലിന്റെ ലിമിറ്റ് വരിക dx 0, dz 0, y 0 to 1 ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y ആണ് നമുക്ക് ഇന്റഗ്രേഷൻ നോക്കാനുള്ളത്. അപ്പൊ ഇവിടെ തന്നെ ഇവിടെ ഈ വിത്ത് റെസ്പെക്ട് ടു x dx 0 ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ ടേം 0 ആയി പോയി, ഫസ്റ്റ് ടേം 0 ആയി. ഇനി സെക്കൻഡ് ടേമില് dy ഉണ്ട്, dy is നോൺ സീറോ. അപ്പൊ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു y ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ടേമിൽ വരിക 4xy വരും, 4xy പ്ലസ് 2z³ dz 0 ആണ് വരുന്നത്. സോ z³ zന്റെ വാല്യൂ ഇനിഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ 0 ആണ് തന്നെയാണ് വരിക. സോ 2z³ ഈ ടേം 0 ആയി പോകും. പിന്നെ വരുന്നത് 4xy ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 ആൻഡ് 1 ആണ് വരുന്നത്. ഇനി എക്സിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x is equal to 1 into y എന്ന് വരും, y between 1 and 0. പ്ലസ് ഇനി അടുത്ത ടേമിൽ ds 0 ആയതുകൊണ്ട് തന്നെ 0 വരും. അപ്പൊ ഇതിന്റെ വാല്യൂ വരിക 4 times y അല്ലെങ്കിൽ 4 എന്ന് വരും. സോ ഈ പാത്തില് 0 നിന്ന് ഇവിടേക്ക് ഈ പാത്തിലേക്ക് വന്നപ്പോ അവിടുത്തെ ഇന്റഗ്രലിന്റെ വാല്യൂ 4 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ, 110. ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി 110 അവിടുന്ന് 111 പോവുക.
അപ്പം ഇവിടുന്ന് ഇവിടേക്ക് പോകുമ്പോ എന്താ വ്യത്യാസം വരിക? ഡി എക്സ് 0 ആണ്, ഡി വൈയും 0 ആയി അല്ലെ, ഡി വൈ 0 ആയി, ബിക്കോസ് ഇനിഷ്യലും ഫൈനലും സെയിം ആണ്. പിന്നെ ഡി ഇസഡിന്റെ വാല്യൂ നോൺ സീറോ ആണ്, ഇവിടെ ഇസഡ് 0 ആണ്. അപ്പൊ ഇവിടെ വേരിയേഷൻ വരുന്നത് ഇസഡിനാണ്. ഇസഡ് വേരീസ് ഫ്രം 0 to 1. അതാണ് അടുത്ത കേസ് വരുന്നത്. അപ്പൊ ഇവിടെ 3 ഇന്റഗ്രലിലും അതുപോലെ തന്നെയാണ് ഇനീഷ്യൽ വാല്യൂസ് വരിക. ഇവിടെ ഡി എക്സ് 0, ഡി വൈ 0, ഇസഡ് 0 to 1. അതുപോലെ തന്നെ ഇവിടെ ഇസഡ് 0 to 1 വേരി ചെയ്യുന്നു. ഡി എക്സ് ഡി വൈ 0 ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ വാല്യൂ നമുക്ക് എങ്ങനെ നോക്കാം? ഇവിടെ ഡി എക്സ് 0 ആയതുകൊണ്ട് ഈ ഫസ്റ്റ് ടേം 0 ആയി, ഡി വൈ 0 ആയതുകൊണ്ട് സെക്കൻഡ് ടേമും 0 ആയി. ദെൻ ഡി സെഡ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ 6y ടൈംസ് ഇസഡ് ക്യൂബ് ബൈ 3, ഇസഡ് ക്യൂബ് ബൈ 3 between limits 0 and 1. So this will be equal to ഇവിടെ y യുടെ വാല്യൂ, y എത്രയാ? y is equal to 1 ആണ്. ഇനിഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ 1 തന്നെയാണ്. സോ 6/3 അല്ലെങ്കിൽ 2 z ക്യൂബ് 2 into 1 ആണ് ഇതിന്റെ വാല്യൂ വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോ ഇവിടെ ഈ പാത്തിലെ ഫംഗ്ഷൻ 2 എന്ന് കിട്ടി. അപ്പൊ എന്റെ ഫംഗ്ഷൻ, എന്റെ ചേഞ്ച് ഓഫ് del phi is given by integral 0 0 0 to 1 1 1 del phi dot dl will be equal to 1 plus 2 plus 4, that is equal to 7. ഇതാണ് നമ്മൾ ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നൗ ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇനി വി ഹാവ് ടു പ്രൂവ് ദി ഫണ്ടമെന്റൽ തിയറം ഓഫ് ദി ഗ്രേഡിയൻസ്. ദാറ്റ് ഈസ് ഇതില് ഈ വാല്യൂ നമുക്ക് 5 മൈനസ് 5 എന്ന് പറയുന്നത് സെയിം ആണ് കിട്ടണം. അപ്പൊ അടുത്തത് നമുക്ക് നോക്കുന്നത് ഇതിന്റെ വാല്യൂ 7 ആണ് നമുക്ക് കിട്ടിയത്. സോ വാട്ട് ഈസ് 5 ഇതാണ് നമ്മുടെ 5 വാല്യൂ. 5 എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത് 5 ആണ് വരിക. എക്സ് വൈ സെഡ് 0 ആണ്. സോ ഇതിന്റെ എല്ലാ ടേമും 0 ആയി പോകും. സോ 0 എന്ന് വരും. ഇനി 5 എന്ന് പറയുന്ന പോയിന്റ് ഏതാ? 1 1 1. അതായത് എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ഇസഡിന്റെ വാല്യൂ 1 ആണ് വരിക. സോ എക്സ് സ്ക്വയർ ഇസ് 1 പ്ലസ് 4xy ഇസ് 4 പ്ലസ് yz cube is 1, so 2, that is equal to again 7. So നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടിയ വാല്യൂവും 5 മൈനസ് 5 സെയിം ആയിട്ട് വന്നു. ഓർ വി ഹാവ് പ്രൂവ്ഡ് ദി ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രേഡിയന്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഞാൻ അസൈൻമെന്റ് ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ തരുന്നുണ്ട്. അത് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. വിത്തിൻ ടൈം തന്നെ, കറക്റ്റ് ടൈമിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ.